ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് എനർജെക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാനിൽ നമ്മൾ 12ാമത്തെ മൊഡ്യൂളാണ് പറയുന്നത്. അതോറിറ്റി കണ്ടൻറ്റിൽ നമ്മൾ 12ാമത്തെ മൊഡ്യൂളാണ് പറയുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം ഫോർമുലേഷനാണ്. എങ്ങനെയാണ് ഈ ഫോർമുലേഷൻ ക്ലിയർ ചെയ്യുക, എന്താണ് ഈ ഫോർമുലേഷൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചർച്ച ചെയ്യണ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എത്രയാണ്, എത്ര ശതമാനമാണ് അതിലേക്ക് ചേർക്കേണ്ടത്, അതുപോലെ പ്രിസർവേറ്റീവ് എത്ര വേണം, pH എത്രയായിരിക്കണം, ചേർക്കുന്ന ക്രമം, ചേർക്കുന്ന തോത്, ഇതൊക്കെ എത്രയായിരിക്കണം എന്നുള്ള ഒരു റെസിപ്പി അഥവാ ശാസ്ത്രീയ ഘടനയാണ് നമ്മൾ ഈ ഫോർമുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വെള്ളം എത്ര വേണം, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് എത്ര ശതമാനം ചേർക്കണം, നമ്മൾ എക്സ്ട്രാക്റ്റ് എത്ര വേണം, പൗഡേഴ്സ് എത്ര ചേർക്കണം, അതുപോലെ തന്നെ വേറെയുള്ള കാര്യങ്ങൾ, ഓയിലുകൾ എത്ര ചേർക്കണം, ബട്ടറുകൾ എത്ര ചേർക്കണം, ഇതിൻ്റെയൊക്കെ ശതമാനങ്ങളും തോതുകളുമാണ് നമ്മൾ ഈ ഫോർമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ക്രീം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഓയിൽ വേണം, എത്ര ബട്ടറുകൾ വേണം, അതുപോലെ തന്നെ എത്ര വാക്സുകൾ വേണം, അതുപോലെ പ്രിസർവേറ്റീവ് എത്ര ചേർക്കണം, അതുപോലെ അതിൽ വാട്ടർ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടാവണം, ഇതൊക്കെ അറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫോർമുലേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് എത്ര അളവിൽ എങ്ങനെ ഏതൊക്കെ തോതിൽ ചേർക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഫോർമുലേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ആൾക്കാരും എന്താ ചിന്തിക്കുക, എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് എന്നാണ് ചിന്തിക്കുക. അതല്ലാതെ എത്ര ശതമാനം, ഏതൊക്കെ തോതിൽ, ഏതൊക്കെ സമയത്ത്, എങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് ആരും ചിന്തിക്കാറില്ല. എന്നാൽ ഒരു പ്രൊഫഷണൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ ശതമാന തോത് അറിയുക തന്നെ വേണം. ഏത് ഇൻഗ്രീഡിയൻറ്റ് എത്ര അളവിൽ ചേർക്കണം, ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റുകൾ തമ്മിൽ കോമ്പറ്റേറ്റബിൾ ആണ്, പ്രോഡക്റ്റ് എത്ര ദിവസം സ്റ്റേബിൾ ആയിരിക്കും, pH എങ്ങനെയാണ്, പ്രിസർവേറ്റീവ് എങ്ങനെ ഉറപ്പാക്കും, ഇതെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് ഈ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി മാത്രമല്ല, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഫോർമുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ ഇൻഗ്രീഡിയൻറ്റ്, ശരിയായ അളവ്, ശരിയായ പ്രോസസ്സ്, ശരിയായ സ്റ്റെബിലിറ്റി, ശരിയായ സേഫ്റ്റി, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഫോർമുലേഷൻ. ഉദാഹരണത്തിന് നമുക്കൊരു ക്രീം ഉണ്ടാക്കണമെന്ന് തന്നെ വെക്കുക. നമുക്കറിയാം അലോവേര നല്ലതാണ്, ആൽമണ്ട് ഓയിൽ നല്ലതാണ്, ജോജോബ ഓയിൽ നല്ലതാണ്, ഇതെല്ലാം നല്ലതാണെന്ന് നമുക്ക് അറിവുകൊണ്ട് മാത്രം നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക് ഫങ്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓയിൽ എന്തിനാണ്, വാട്ടർ എന്തിനാണ്, എക്സ് എന്തിനാണ്, തിക്നർ എന്തിനാണ്, പ്രിസർവേറ്റീവ് എന്തിനാണ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്തിനാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കണം. അതിനാൽ ഫോർമുലേഷൻ എന്ന് പറഞ്ഞത് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് അല്ല. ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനാണ്. ഡെവലപ്പ് ചെയ്യല്ല കേട്ടോ, ഒരു ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനാണ് ഈ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമുലേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കസ്റ്റമർ പ്രോബ്ലം എന്താണ് എന്നുള്ളതാണ്. അധികം ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ അവർ ആദ്യം ഇൻഗ്രീഡിയൻറ്റുകൾ ഇങ്ങോട്ട് തയ്യാറാക്കിയിട്ട് അതുകൊണ്ടൊരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കി വെക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രോഡക്റ്റിൻ്റെയും പർപ്പസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അലോവേരയുടെ പർപ്പസ് എന്താണ്, ആൽമണ്ട് ഓയിലിൻ്റെ പർപ്പസ് എന്താണ്, നമ്മുടെ ശരീരത്തിൽ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമറുടെ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ആ പ്രോഡക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള ഫോർമുലേഷനും അതിനുള്ള എല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അടുത്തതായിട്ട് നമുക്ക് ഈ ഫോർമുലേഷൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിസ്തരിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം ബേസ് തന്നെയാണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓയിൽ ബേസ് ആണോ വാട്ടർ ബേസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഓയിൽ ബേസ് ആണെങ്കിൽ ഓയിലാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ബേസ്. വാട്ടർ ബേസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. ഫോർമുലേഷൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ക്രീം എന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രീമിൽ നമ്മൾ വാക്സ് ചേർക്കും, തിക്കനറിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചേർക്കും. ഈ ഇൻഗ്രീഡിയൻ്റ് കുറേ ആണ്ട് ചേർത്ത് വിചാരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടൂല കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻറ്റും ഓരോ തോതുണ്ട് അതിന് ചേർക്കാൻ. ഇപ്പോൾ അലോവര ചേർക്കുകയാണെങ്കിലും അതുപോലെ ക്രീമിൽ നമ്മൾ വേറെ എന്തെങ്കിലും റോസ് വാട്ടർ അങ്ങനെ എന്ത് ചേർക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു തോതുണ്ട്. ആ തോതിൽ ചേർത്തെങ്കിലേ അതിന് റിസൾട്ട് വരികയുള്ളൂ. ഫോർമുലേഷൻ്റെ പ്രധാന മൂന്നാമത്തെ ഭാഗം നമ്മൾ എന്താ വെച്ചാൽ പ്രിസർവേറ്റീവാണ്. അപ്പോൾ പ്രിസർവേറ്റീവ് ഓരോ പ്രോഡക്റ്റിലും എത്ര തോതിലാണ് ചേർക്കേണ്ടത്, എത്ര ശതമാനമാണ് നമ്മളതിന് പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്താനും ലോങ് ടൈം സ്ഥിരതയ്ക്കും വേണ്ടി എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ബേസ് ആയാലും ഇൻഗ്രീഡിയൻ്റ് ആയാലും പ്രിസർവേറ്റീവ് ആയാലും എത്ര ശതമാനമാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു 50 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വെക്കുക. അപ്പം നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണ് കേട്ടോ. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ 50 ഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പം 50 ഗ്രാം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് 2% ഇടേണ്ടത്. അപ്പോൾ എത്ര ഇടേണ്ടി വരും? അപ്പം 1 ഗ്രാം ഇടേണ്ടി വരും. അതാണ് അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് തന്നെ ഫോർമുലേഷനിൽ പെർസെൻറ്റേജ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സ്പൂണ് കണക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഗ്ലാസ് കണക്ക് അതൊന്നും നമ്മൾ ഒരു സയൻറ്റിഫിക്കേഷൻ ഫോർമുലേഷനിൽ പെടൂല കേട്ടോ. അതൊന്നും ഒരു ശാസ്ത്രീയ ഫോർമുലേഷൻ അല്ല. അതൊക്കെ ഒരു കമ്മട്ടത്തിന് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശാസ്ത്രീയ വശത്തിലെടുക്കുമ്പോൾ നമ്മൾ ശതമാനത്തിൽ തന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഉപയോഗിക്കണം. ഫോർമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പെർസെൻറ്റേജ് നല്ലവണ്ണം അറിയുന്ന വേണം. നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കണം പെർസെൻറ്റേജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു മെഷർമെൻറ്റ് രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും വലിയൊരു ഉപകാരം. ഈ ശതമാനത്തിനൊക്കെ പറ്റിയ ഓരോ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മളെടുത്ത് 1 ഗ്രാം 2 ഗ്രാം 4 ഗ്രാം പോലത്തെ സാധനങ്ങൾ അതിൻ്റെ അളവ് പാത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായത് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഫോർമുലേഷനെ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപകരണങ്ങൾ, ടൂൾസുകൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഫോർമുലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഏത് പ്രോഡക്റ്റ് എപ്പോൾ ചേർക്കണം എന്ന് നമുക്ക് മനസ്സിലാവണം. പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി നമുക്കറിയണം. അതായത് കാലക്രമത്തിൽ അത് വേർപ്പെടുന്നുണ്ടോ, അതിന് കളറ് മാറുന്നുണ്ടോ, സ്ട്രക്ചർ മാറുന്നുണ്ടോ, സ്മെല്ല് മാറുന്നുണ്ടോ, pH മാറുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്കറിയണം. വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റിലൊക്കെ നല്ല മൈക്രോബയോ ബാക്ടീരിയൽ സേഫ്റ്റി നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി വെക്കണം. ബാച്ച് നമ്പർ, ഡേറ്റ്, ഇൻഗ്രീഡിയൻറ്റ്, ക്വാണ്ടിറ്റി, പ്രോസസ്സ് ഇതെല്ലാം നമ്മളൊരു ഡാറ്റ ആക്കിയിട്ട് വെക്കണം. ഇതൊക്കെ പ്രോഡക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകളൊന്ന് പറയട്ടെ. നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചാൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നാണ് നമ്മുടെ ബിഗിനേഴ്സിൻ്റെ അഭിപ്രായം. തന്നെ നാച്ചുറൽ ആണെങ്കിൽ എന്തും സേഫാണ് എന്നാണ് നമ്മുടെ ബിഗിനേഴ്സ് വിചാരിച്ചിരിക്കുന്നത്. പ്രിസർവേറ്റീവ് ആവശ്യമില്ല എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. യൂട്യൂബിലോ മറ്റു ഫേസ്ബുക്കിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് കോപ്പി ചെയ്തിട്ട് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ പല മിസ്റ്റേക്കുകളും വരുത്തുന്നുണ്ട്. പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇന്ന് നമ്മൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയത് എന്താണ്? പ്രോഡക്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻ്റ് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അതാണ്. പക്ഷേ ഫോർമുലേഷൻ ഡെവലപ്മെൻറ്റ് എന്നത് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ സിസ്റ്റമാറ്റിക്കലി ഡിസൈൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഐഡിയ കാണുമ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൽ എന്നല്ല ആലോചിക്കേണ്ടത്.
ആരുടെ പ്രോബ്ലത്തിനാണ് ഞാൻ സൊല്യൂഷൻ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ഇൻഗ്രീഡിയൻ്റ് അല്ല. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പ്രോസസ്സ്, റൈറ്റ് ഇൻഗ്രീഡിയൻ്റ്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി ഇതെല്ലാം കൂടുന്നതാണ് ഒരു ഫോർമുലേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചെയ്യേണ്ടതും. പ്രോഡക്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് നോക്കി പറഞ്ഞു തരാം. കസ്റ്റമറുടെ പ്രോബ്ലം, പ്രോഡക്റ്റ്, മെയിൻ പർപ്പസ്, പ്രോഡക്റ്റ് ടൈപ്പ്, കീ ഇൻഗ്രീഡിയൻറ്റ്, ഫങ്ഷണൽ ഓഫ് ഈച്ച് ഇൻഗ്രീഡിയൻറ്റ്, ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ധർമ്മം എന്തൊക്കെയാണ് അതിൽ ആ ഇൻഗ്രീഡിയൻ്റ് അതിൽ ചെയ്യണമെന്നുള്ളത്, എക്സ്പെക്റ്റഡ് ടെക്സ്ചർ, പാക്കേജിങ്, ഹൗ വിൽ ഐ ടെസ്റ്റ് സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഫോർമുലേഷൻ എന്നൊരു ചെറിയൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം കൂടുതൽ ടെക്സ്ചറും കൂടുതൽ അറിവുകളും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 88 91 73 28 90 എന്ന നമ്പറിലേക്ക് നിങ്ങൾ DM ചെയ്താൽ മതി.